പത്രം പ്രകാശനം ചെയ്യുന്നതിനായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VPA സിദ്ദിഖ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പത്രം ഏറ്റുവാങ്ങുന്നതിനായി സ്കൂൾ ലീഡർ ഷാദി മുബഷീറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സ്കൂൾ പത്രം സാക്ഷ്യം പ്രകാശനം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് VPA സിദ്ദിഖ് അവർകൾ. ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്നതിനായി അഡ്വക്കേറ്റ് VPA സിദ്ദിഖ് അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പി സതീദേവി, വേദിയിലുള്ള ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികൾ, അധ്യാപകർ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രതിനിധി ജനാർദ്ദൻ സാർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥിനികളെ, ആവേശപൂർവം മലയമ്മ AUP സ്കൂളിൻ്റെ ചരിത്രങ്ങൾ അഴിവിറക്കി 83 വർഷത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഗാഥകൾ രചിച്ചുകൊണ്ട് പുതിയ പടവുകൾക്ക് നാന്ദി കുറിക്കുന്ന വാർഷിക പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അറിവിൻ്റെ അദ്യാക്ഷരം പകർന്ന് പതിനായിരങ്ങൾക്ക് ഭാസുരമായ ഭാവി പ്രകാശിപ്പിച്ച ഈ നാടിൻ്റെ അഭിമാന ഗോപുരം ഇന്നും തലയുയർത്തി നിൽക്കുന്ന ഈ മഹൽ സ്ഥാപനത്തിൻ്റെ ചാരത്തിരുന്നുകൊണ്ട് കലയും സാഹിത്യവും ചർച്ച ചെയ്യുന്ന, അതിനായി ഒരുമിച്ച് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളോടൊപ്പം ഒരു നിമിഷമെങ്കിലും ചേർന്ന് നിൽക്കാനാവുന്നു എന്നുള്ളത് അഭിമാനാർഹമാണ്. ദീർഘമായ ഭാഷണത്തിന് മുതിരുന്നില്ല. കലയ്ക്കും സാഹിത്യത്തിനും കൂടുതൽ അവസരങ്ങളും കൂടുതൽ പ്രാധാന്യവും നൽകേണ്ട ഒരു കാലമാണ്. അരുതായ്മകളുടെ അലയൊലികൾ അതിർത്തി ലംഘിച്ച് അടുക്കളയിലേക്കടക്കം പാഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അറിവും സാഹിത്യവും കലയും കൂടുതൽ പ്രാധാന്യം നൽകി കുട്ടികളെ നന്മയുടെ വഴിയിലേക്ക് മനഃപൂർവ്വം വഴിതിരിച്ചു വിടേണ്ട ഒരു കാലമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അരുതായ്മകളുടെ വക്കിലേക്ക് പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചറിവിൻ്റെ, അറിവിൻ്റെ, അനുഭവങ്ങളുടെ, ധാർമ്മികതയുടെ, നന്മയുടെ വഴിയിലേക്ക് കുട്ടികളെ കൈപിടിച്ചാനയിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലക്ക് കലാലയങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അറിവിൻ്റെ അദ്യാക്ഷരം നുകരാൻ മുന്നിൽ കടന്നു വരുന്ന അധ്യാപകർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അറിവിൻ്റെ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് ആദ്യാവസാനം ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ നമ്മൾ ഉത്തരവാദിത്തം. ചുറ്റുവട്ടങ്ങൾ അത്രത്തോളം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ വിദ്യാർത്ഥികളെ നാടിനും വീടിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നാളെയുടെ വാഗ്ദാനമായി, ഭാവിയുടെ വാഗ്ദാനങ്ങളായി ഈ നാടിൻ്റെ നെടുനായകത്വം വഹിക്കേണ്ടവർ ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നാളെ നേതൃത്വം നൽകേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാർ.
നാളെ ഈ നാടിലെ കലക്ടറായി വരേണ്ടവർ, നാടിൻ്റെ ആതുര ശുശ്രൂഷ മേഖലകളിൽ കടന്നു വരേണ്ട ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകന്മാർ, അങ്ങനെ തുടങ്ങി നാളെ ഈ നാടിനെ നേർക്ക് നയിക്കേണ്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുട്ടികളെന്നുള്ളൊരു തിരിച്ചറിവ് പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കുണ്ടാകണം, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്കുണ്ടാകണം, പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്കുണ്ടാകണം. നമുക്ക് മാറി നിൽക്കാൻ സമയമില്ല. സമയം എത്രയോ വൈകിപ്പോയിട്ടുണ്ട്. കുട്ടികൾ നമ്മേക്കാൾ എത്രയോ മുന്നേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ടെക്നോളജി വികസിക്കുന്നു, AI ടെക്നോളജി വികസിക്കുന്നു, ലോകം വികസിക്കുന്നു. നമ്മളങ്ങ് മറ്റു ഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാ അർത്ഥത്തിലും വളരുമ്പോഴും നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വീടിൻ്റെ അകത്തളങ്ങളിൽ പോലും നമ്മളൊരു റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പോക്കറ്റിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു കാലത്ത് എൻ്റെ വീട്ടിൽ കഷ്ടപ്പെടുന്ന എൻ്റെ രക്ഷിതാവുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ അയൽപക്കത്ത് കഷ്ടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് എന്ന് തിരിച്ചറിയുന്നിടത്തേക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഈ പ്രകൃതിയിൽ നമ്മൾ പരിപാലിച്ചു കൊണ്ടു നടക്കേണ്ട സസ്യങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ഈ മണ്ണിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശുദ്ധമായ ജലമുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന ശുദ്ധമായ വായുവുണ്ട്. ഇതിനെയൊക്കെയും നിലനിർത്തേണ്ട ഉത്തരവാദിത്യം ഇന്ന് നമ്മൾക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിലേക്കുള്ള നടത്തമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്കത് നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പണികൾ മുഴുവനും വൃഥാവിലായി പോകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി നാളെ നന്മയുടെ വഴിയിലേക്ക് ഈ നാടിനെ നയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ത്രാണിയും തൻ്റെ ഇടവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. മലയമ്മ AUP സ്കൂളിലെ വാർഷികാഘോഷം ആരവം 2K25 പരിപാടിയുടെ മുഖ്യ അതിഥിയായി